ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷവർമ രുചിയിൽ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമയെന്ന് ചോദിച്ചാൽ ഷവർമയല്ല, ഷവർമൻ്റെ രുചിയിൽ ഷവർമനാകാട്ടി നല്ല രുചിയിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നെല്ലാം നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുബൂസിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ഞാൻ ചെറിയ ചൂടുള്ള പാല് 1 സ്പൂണ് നേരത്തെ പൊങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ കുബൂസിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം മാവ്. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഇങ്ങനെ അതിൻ്റെ മേലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല എല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ ഇത് നല്ലോണം മാവൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, മസാലയ്ക്ക് ആവശ്യമായിട്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒരു ചെറുനാരങ്ങൻ്റെ 1 മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കാം. മസാല നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെക്കാം. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണിത്. ഇതൊന്ന് നമുക്കൊന്ന് എങ്ങനെയാണ് മസാലേനെ ഉണ്ടാക്കിയെടുക്കണ്ടേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മസാല വരക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മിസ്സായി പോയതാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒന്നിച്ച് നമുക്ക് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതാണിത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. സവാളയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുക്കേ വേണ്ടൂ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അത് വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് വാട്ടിയെടുക്കണ്ട, നന്നായി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല മസാല. അപ്പോൾ അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ കുബൂസിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ കുബൂസിനെല്ലാം പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. നന്നായി കനം കുറച്ചിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇത് ഇത്ര കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. അതുപോലെ തന്നെ എല്ലാം നമുക്ക് അതുപോലെ തന്നെ പരത്തിയെടുക്കാം.
അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞാൽ കുബൂസ് ചുട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷവർമനെ പോലെ തന്നെയാണ്, പക്ഷേ ഷവർമയിൽ നമ്മൾ മയോണൈസിൽ ഒഴിക്കുന്നുണ്ട്, ഇതിൽ മയോണൈസ് ഇല്ല, അതിന് പകരം ചീസാണ്. അപ്പോൾ അതിന് സോസ് ഉണ്ടാക്കണം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തത്. അതിലേക്ക് ഒരു അര സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുട്ട് വെച്ച ഒരു കുബൂസ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ഇതാ വെച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ മുസറല്ല ചീസാണ് എടുത്തത്. അത് നല്ലോണം അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചീസ് എത്രയും ചേർക്കുന്നിടത്തോളം നല്ല ടേസ്റ്റാണിത്. ചീസ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു കുബൂസും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 സ്പൂണും കൂടി സോസ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. എന്നാലേ നമ്മളെ ചീസിലൊന്ന് നല്ലോണം മെൽട്ടായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം. സൈഡിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. അതെന്തിനു വയ്ക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ അടിഭാഗം നന്നാ ഹാർഡായിപ്പോവും. നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി അതെല്ലായിടത്തും ആക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചീസെല്ലാം ഒന്ന് നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ടാവും. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഒന്നായി. അപ്പോൾ അടുത്തതും കൂടി ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ചീസ്, ഇത് സ്ലൈസ് ചീസാണ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ചിട്ട് അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസ് നല്ലോണം ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷവർമയിൽ നമ്മൾ മയോണൈസ് എല്ലാം ചേർക്കുന്നുണ്ട്. ഇത് മയോണൈസിന് പകരം നമ്മൾ ചീസാണ് ചേർക്കുന്നത്. അപ്പം മുസറല്ല ചീസ് എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ സ്ലൈസ് ചീസ് എടുത്തത്. അപ്പോൾ ഇത് രണ്ടാമത്തതും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളെ ചീസെല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചീസെല്ലാം ഇട്ടുകൊണ്ട് തന്നെ നല്ല ചീസെല്ലാം നല്ല മെൽട്ടായി വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.